ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി മൊഹറം. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിന്റെ അനാലിസിസ് ആണ്. അപ്പോൾ റെക്കോർഡ് ഡേറ്റ് എന്നാണ്, ഈ ഒരു സ്പ്ലിറ്റിന് വേണ്ടി ഈ ഒരു സ്റ്റോക്ക് മേടിക്കാമോ, ഇവരുടെ വാല്യുവേഷൻ, അതുപോലെ ഫണ്ടമെന്റൽസ് എങ്ങനെയാണ്, ആഫ്റ്റർ ദ സ്പ്ലിറ്റ് സ്റ്റോക്കിന്റെ പ്രൈസ് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്, ഇത് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. അതുകൊണ്ട് നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഇതൊക്കെ ചെക്ക് ചെയ്തു. അപ്പൊ ഇന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. അഗ്രോ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറും ആയിട്ട് റിലേറ്റഡ് ഉള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് ഈ ഒരു മധ്യ ഭാരത് അഗ്രോ പ്രോഡക്ട്സ് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഇവര് ഒസ്വാൾ ഗ്രൂപ്പിന്റെ കമ്പനിയാണ്. അപ്പൊ ഇവര് മെയിനായിട്ട് ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സില് ലാർജസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ 3rd ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ആണ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇവർക്ക് രാജസ്ഥാനിലാണ് വരുന്നത്. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റും അതുപോലെ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എൻ പി കെ ഫെർട്ടിലൈസേഴ്സ്, ഇതാണ് ഇവരുടെ പ്രോഡക്റ്റ് വരുന്നത്. അപ്പൊ ഇവര് ഈ ഒരു എൻറ്റയർ വാല്യൂ ചെയിനും ഇവരാണ് നോക്കുന്നത്. ഈ ഒരു ഫെർട്ടിലൈസേഴ്സിന്റെ റോ മെറ്റീരിയൽസ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫറിക് ആസിഡ്, പിന്നെ റോക്ക് ഫോസ്ഫേറ്റിന്റെ എല്ലാ എൻറ്റയർ വാല്യൂ ചെയിനും ഇവരെ നോക്കുന്നുണ്ട്. പിന്നെ ഹൈലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ഇവർക്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സാഗർ ഡിസ്ട്രിക്റ്റില് മധ്യപ്രദേശിൽ ഇവർക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇവരുടെ വെൽ നോൺ ബ്രാൻഡ് എന്ന് പറയുന്നത് അനാദത്ത, അതുപോലെ ഭാരത് തുടങ്ങിയ 2 ബ്രാൻഡുകളാണ് ഇവർക്ക് ഉള്ളത്. ഇതാണ് കീ ബ്രാൻഡ്സ് എന്ന് പറയാം. അപ്പൊ ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷനിലേക്ക് ഫസ്റ്റ് വരാം. അപ്പൊ 577 റുപ്പീസിലാണ് ഇപ്പൊ കറന്റ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 52 വീക്ക് ഹൈയിൽ ട്രേഡ് ചെയ്യുന്നു, 52 വീക്ക് ലോ 373. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 5053 crores ആണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ കുറവ് തന്നെയാണ്, 33.6 ആണ്. ബുക്ക് വാല്യൂ 62 ഉണ്ട്. ഡിവിഡന്റ് 0.09% ആണ്. അപ്പൊ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും 9.19 ടൈംസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു നെഗറ്റീവ് ആണ്. എന്നാൽ ROCനേക്കാളും ROE ബെറ്റർ ആയിട്ടുണ്ട്, 31.5. ഫേസ് വാല്യൂ 10. ഈ ഒരു ഫേസ് വാല്യൂ 10 എന്നുള്ളത് 2 ആയിട്ട് മാറുന്നു. സ്പ്ലിറ്റ് അതിനു വേണ്ടിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റിയും 1.56, കുറച്ച് കൂടുതലാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റിയും. അതുപോലെ ഏർണിംഗ് പെർ ഷെയർ 17. ഇൻട്രസ്റ്റിക് വാല്യൂ 562 ഉണ്ട്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 74.8. സോ ഇത് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ബട്ട് ഇപ്പോൾ നല്ല ഗ്രോത്ത് സാധ്യതയുണ്ട്, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് കുറച്ച് ഡൗൺ ഒക്കെ വന്നാലും വീണ്ടും അത് കയറി പോകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇവരുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ക്വാർട്ടർലി റിസൾട്ട്, അതുപോലെ തന്നെ നല്ല സെയിൽസ് ഗ്രോത്ത്. ലാസ്റ്റ് 10 years ആയിട്ട് 28% നല്ല ഒരു സെയിൽസ് ഗ്രോത്ത്. അതുപോലെ 3 years ആയിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊള്ളാം. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും ട്രേഡ് ചെയ്യുന്നു, 9.19 ടൈംസ്. ടാക്സ് റേറ്റ് കുറവാണ്. പിന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് അതാണ് മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ്. ബട്ട് എന്നാലും ഈ ഒരു ഫെർട്ടിലൈസർ ആൻഡ് അഗ്രോ കെമിക്കലില് ഈ ഒരു സ്റ്റോക്ക് കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറവാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്പ്ലിറ്റിന് ശേഷം പ്രൈസ് ഇനിയും നല്ല കുറവാകും. അപ്പൊ കുറച്ചുകൂടി ഈ സ്റ്റോക്കിന് നല്ല ഡിമാൻഡ് വർദ്ധിക്കും. ഇവരുടെ സെയിൽസ് അതുപോലെ തന്നെ ഇടയ്ക്കൊന്നും ഡൗൺ ആയിട്ടുണ്ട്, ബട്ട് എന്നാലും നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോക്കസ് ചെയ്യും. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ബെറ്റർ ആയിട്ടുണ്ട്. അത് പിന്നെ 5 yearsന്റെ ചാർട്ട് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് നോക്കിയാൽ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പൊ വീണ്ടും ഉയർന്നു വന്ന് ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ 150 crores കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ റിസർവ്സ് ഇവര് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോറോവിങ്സ് ഇത്തിരി കൂടിയിട്ടുണ്ട്, ബട്ട് എന്നാലും ഇവരത് മേക്കപ്പ് ചെയ്യും. കാരണം ഇവരുടെ അതർ അസറ്റ് ഒക്കെ ബെറ്റർ, ടോട്ടൽ അസറ്റ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോസിറ്റീവ് ആണ്.
പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 74.76. പിന്നെ FI ഹോൾഡിംഗ്സ് വർദ്ധിച്ചിരിക്കുന്നത് ഒക്കെ തന്നെ ഈ ഒരു സ്റ്റോക്കിന് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ഇത് ഈ ഒരു ഫേസ് വാല്യൂ 10 എന്നുള്ളത് 2 ആയിട്ട് മാറുന്നു. അതായത് ഒരു ഷെയർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 5 ഷെയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 100 ഷെയർസ് ഉണ്ടെങ്കിൽ 500 ഷെയർസ് ആയിട്ട് മാറും ആഫ്റ്റർ ദ സ്പ്ലിറ്റ്. അപ്പൊ എന്താണ് നേട്ടം എന്ന് വെച്ചാല് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ചസ് ഇല്ല, പക്ഷെ പ്രൈസ് മാറുന്നു. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുന്നു എന്നുള്ളത്. അതിനു വേണ്ടിയാണ് നമ്മൾ മേടിക്കുന്നത്. അത് ഇപ്പൊ കറണ്ട് പ്രൈസ് 577 ഡിവൈഡഡ് ബൈ 5, കാരണം സ്പ്ലിറ്റ് 2:10 അല്ലേ. അപ്പൊ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 115, ആ ഒരു 115.4 ആ ഒരു റേഞ്ചിലേക്ക് ആഫ്റ്റർ ദ സ്പ്ലിറ്റ് സ്റ്റോക്കിന്റെ പ്രൈസ് കുറയും എന്നതാണ്. പിന്നെ ജൂലൈ 3-ാം തീയതിയാണ് ഇവരുടെ ആ ഒരു സ്പ്ലിറ്റിന്റെ ആ ഒരു റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അപ്പൊ ആ ഒരു റെക്കോർഡ് ഇവര് നേരത്തെ ഡിവിഡന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഇവന്റ്സ് നമ്മൾ ടിക്കർ ടേപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആക്ഷൻസ് നിങ്ങൾ നോക്കിയാൽ റെഗുലർ ആയിട്ട് ഡിവിഡന്റ് തരുന്ന നല്ല ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ലാസ്റ്റ് ആയിട്ട് ജൂൺ 17-ാം തീയതി ഈ മാസം തന്നെ ഇവര് ചെറിയ രീതിയിൽ ഡിവിഡന്റ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ അതാ ഇവര് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കണം. അതുപോലെ ബോണസ് ഇവർ 2023 1:1 ബോണസും കൊടുത്തിരുന്നു. ഇപ്പൊ എക്സ് ഡേറ്റ് വരുന്നത് ജൂലൈ 3-ാം തീയതിയാണ്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിലാണ് ഈ ഒരു സ്പ്ലിറ്റിന് നിങ്ങൾ എലിജിബിൾ ആകുന്നത്. ഇനി ഇവരുടെ ഫിനാൻഷ്യൽസ് നമുക്ക് നോക്കാം. അതായത് ഓവറോൾ ആയിട്ട് ഈ ഒരു സ്റ്റോക്കിന് 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് 37%, 5 ഇയേഴ്സിൽ 2096 നല്ല ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ഇത് ഒരു നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കിനെ റെഗുലർ ആയിട്ട് ഡിവിഡന്റ് തരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ സ്പ്ലിറ്റ് പിന്നെ ബോണസ് ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. ഈ 3 കാര്യവും ഇത് കൊള്ളാം, നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ബാക്കി ഇവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ മധ്യ ഭാരത് അഗ്രോ പ്രോഡക്ട്സ് ലിമിറ്റഡ് ഇവരുടെ CEO അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് പങ്കജ് സ്കോൾ ആണ്. സോ ഈ ഒക്ടോബർ 22, 1997 മുതലാണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടും ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സും അതുപോലെ ഇൻഡസ്ട്രിയൽ കെമിക്കലും ആണ് ഇവര് ഉള്ളത്. NSE-യിൽ ലിസ്റ്റഡ് ആയിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെ യൂണിറ്റുകളും അവര് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ബ്രാൻഡുകൾ, പിന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള മിഷൻ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ പിന്നെ ഇവരുടെ അച്ചീവ്മെന്റുകൾ, അവാർഡുകൾ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവരുടെ മെയിൻ മിഷൻ എന്ന് പറഞ്ഞാല് കുറെ ഫാർമേഴ്സിന് നല്ലൊരു തൊഴിൽ നൽകുക, അതുപോലെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്രോപ്പ് ന്യൂട്രിയൻ സൊല്യൂഷൻസ്, ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ഫാർമേഴ്സിന് നല്ലൊരു പ്രോസ്പെറിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി ഇവര് ഒത്തിരി യൂണിറ്റുകൾ ലേക്ക് ഇത് കുറച്ചും കൂടെ എത്തിക്കുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് കൊണ്ടുവരും. അതൊക്കെയാണ് ഇതൊക്കെ അഗ്രികൾച്ചർ സെക്ടറിനെ കുറച്ചും കൂടെ ഇവര് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നു എന്നുള്ള, അതിന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രസൻസ് ഇവര് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇവര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ കമ്പനി വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു ജൂലൈ 3-ന് മുന്നേ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആകും. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻസ് ഒക്കെ ചെക്ക് ചെയ്തോളുക, ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇത് മേടിച്ചേ മതിയാകൂ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസർ കമ്പനി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നോക്കാം, വർത്ത് സ്പ്ലിറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു മഴയുടെ കുറവ്, മൺസൂൺ, ഇതൊക്കെ ഈ ഒരു ക്രോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് കുറച്ചൊരു പടിയായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പൊ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും.
പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ഫോളോയും ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് 50ഓളം വീഡിയോസ് ചെയ്തിരിക്കുന്നു. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.